ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായ മസ്ജിദുകളിൽ ഒരു മസ്ജിദാണ് UAEയുടെ തലസ്ഥാന നഗരിയായ അബുദാബിയിൽ സ്ഥിതി ചെയ്യുന്ന ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. 2,40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഈ മസ്ജിദ് കാണാൻ ദിവസവും നിരവധി സഞ്ചാരികളാണ് ഈ മസ്ജിദിലേക്ക് ഒഴുകിയെത്തുന്നത്. അപ്പോൾ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിന്റെ വിശേഷങ്ങളായിക്കോട്ടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ. ഈ മസ്ജിദിന്റെ ഭംഗി നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് അതിന്റെ കുബ്ബകൾ തന്നെയാണ്, താഴിക കുടങ്ങളാണ്. 82 കുബ്ബകളാണ് ഈ മസ്ജിദിന്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അതും വ്യത്യസ്തമായ 7 വലിപ്പത്തിലുള്ള കുബ്ബകളാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. എത്രത്തോളം കലാപരമായിട്ടാണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിലെ ഓരോ ഘട്ടവും എന്നുള്ളത് അവിടെ പോയി കണ്ട് ആസ്വദിക്കേണ്ട ഒരു സംഗതിയാണ്. ഏതായിരുന്നാലും നമ്മൾ ഇന്ന് ആ പള്ളിയുടെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് എങ്ങനെ കടക്കാം എന്നുള്ളതിനെ കുറിച്ചും പള്ളിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതിന് മുമ്പ് അതിൻ്റെ പുറത്ത് സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വിരുന്ന് വേറെ തന്നെയാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ബോൾ ഉണ്ടല്ലോ, ആ വെള്ളത്തിലുള്ള ആ ബോളിൻ്റെ ഉള്ളിലൂടെയാണ് പള്ളിയിലേക്ക് കടക്കാനുള്ള എൻട്രൻസ് കിടക്കുന്നത്. ആ എൻട്രൻസിലേക്ക് പോകുന്ന വഴിയിലൊക്കെ വഴിയോര കച്ചവടക്കാരുണ്ട്. വഴിയോര കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരല്ല. നല്ല നല്ല ഡ്രസ്സുകൾ, പർദ്ദകൾ, അതുപോലെ തന്നെ ഐസ്ക്രീം, അങ്ങനെ പല പല കച്ചവടക്കാരുമുണ്ട്. കച്ചവടക്കാരൊക്കെ കണ്ട് നമ്മൾ നേരെ ആ പറഞ്ഞ എൻട്രൻസിലേക്ക് കിടക്കുകയാണ്. എൻട്രൻസിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളെ കാത്ത് 2 ലിഫ്റ്റ് യഥാസമയം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോട് ചാരി ഒരു എസ്കുലേറ്ററും. ഞാൻ എസ്കുലേറ്റർ വഴി താഴോട്ട് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അതിവിശാലമായ ഒരു ഹാളിലേക്കാണ് ഈ എസ്കുലേറ്ററിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നത്. താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് വെറും ഒരു ഹാളല്ല, ഇത് വലിയൊരു ഷോപ്പിംഗ് മാളാണ്. നമ്മുടെ ദുബായ് മാളിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വലിയൊരു മാള് തന്നെയാണ്, ഒരു ഷോപ്പിംഗ് മാള് തന്നെയാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. പൈസ കൊടുത്താൽ കുട്ടികൾക്ക് കളിക്കാനുള്ള യഥേഷ്ടം കളിപ്പാട്ടങ്ങളും അതിൻ്റെ ഉപകരണങ്ങളും അവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങിച്ചെല്ലുന്ന സ്ഥലത്ത് തന്നെയാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഫുഡ് കോർട്ടിലേക്ക് വന്നപ്പോൾ എന്ന ബോർഡ് കണ്ടപ്പോൾ നമ്മുടെ ഫേവറേറ്റായ ഐസ്ക്രീമും വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു. എല്ലായിടത്തും നല്ല അടുക്കിൻ ചുട്ടയോടുകൂടി ഒതുക്കി വെച്ചിട്ടുണ്ട് പാനീയങ്ങളും കേക്കുമൊക്കെ. ഊതും അത്തറും അടങ്ങുന്ന സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ് ഇത്. സുഗന്ധദ്രവ്യങ്ങൾ മാത്രമല്ല, അറബികളുടെ ട്രഡീഷണൽ വസ്ത്രങ്ങളും ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഒരുപാട് കരകൗശല വസ്തുക്കളും ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചത് ഈ തലയോട്ടിയാണ്. ഏത് ജീവിയുടെ തലയോട്ടിയാണ് എന്നെനിക്കറിയില്ല. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീഡിയോ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ തലയോട്ടിക്കടുത്ത് ഏത് ജീവിയുടെ തലയോട്ടി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഏതായാലും അവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് നടന്നപ്പോഴാണ് ചുമരിൽ ഒരു ബാർകോഡ് തൂക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ബാർകോഡ് സ്കാൻ ചെയ്ത് ആവശ്യമായ വിവരങ്ങളൊക്കെ അതിൽ നൽകി നമ്മൾ പാസ് എടുക്കണം. എങ്കിലേ നമുക്ക് മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റൂ. സൗജന്യമായി ലഭിക്കുന്ന ഈ പാസ് ബാർകോഡ് സ്കാൻ ചെയ്ത് ഞാൻ ആവശ്യമായ വിവരങ്ങളും നൽകി കരസ്ഥമാക്കി. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. നമ്മൾക്ക് കിട്ടിയ പാസ് കാണിച്ചു കൊടുത്തപ്പോൾ സെക്യൂരിറ്റിക്കാരൻ ഉള്ളിലേക്ക് കടക്കാൻ പറഞ്ഞു. ഓരോരുത്തർക്കും ഇതുപോലെ ബാർകോഡുകൾ ലഭിക്കും. ഈ സെക്യൂരിറ്റി ഗേറ്റ് കടന്നാൽ പിന്നീട് ഒരു ഇടനാഴിയിലൂടെ കുറച്ച് നടക്കണം. അവിടെ ഇവിടെയും സെക്യൂരിറ്റി ജീവനക്കാർ ഓരോരുത്തരുടെ സംശയങ്ങൾക്ക് മറുപടിയും കൊടുക്കുന്നുണ്ട്. ഈ ഇടനാഴിയിലൂടെ അല്പം മുന്നോട്ട് പോയാൽ വലിയ വിശാലമായ ഒരു ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ നിന്ന് ഓരോരുത്തർക്കും വേണ്ട നിർദ്ദേശങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഹാളിൻ്റെ ഒരു ഭാഗത്ത് വീണ്ടും കച്ചവടം. ഒട്ടനവധി കരകൗശല വസ്തുക്കളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. പലതരം അലങ്കാര വിളക്കുകളാൽ അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടം. അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ ആ ഹാളിൻ്റെ ഒരു വശത്തേക്ക് വന്നപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രവേശിക്കാൻ പോകുന്ന ഈ ഒരു മസ്ജിദിൻ്റെ അതേ രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വളരെയധികം ഭംഗിയോടെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പള്ളിക്കകത്തേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട്. ആ വഴിയുടെ പേരാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. ദർബ് തസാമെഹ്, അറബിയിലെ
ടോളറൻസ് പാത്ത് എന്ന് ഇംഗ്ലീഷിലും എഴുതി വച്ചിട്ടുള്ള ഈ പാതയിലൂടെയാണ് നമ്മൾ പള്ളിക്കകത്തേക്ക് പോവേണ്ടത്. ഈ വാക്കിന്റെ അർത്ഥം സഹിഷ്ണുതയുടെ പാത എന്നാണ്. എന്നും UAEയുടെ മുദ്രാവാക്യമായ തസാമെഹ്, സഹിഷ്ണുത, ഈ പാതയിലൂടെ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും നടന്നാൽ തന്നെ നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. പള്ളിയിലേക്ക് എത്തിപ്പെടാൻ ഏകദേശം 1 കിലോമീറ്ററോളം ഈ പാതയിലൂടെ നടക്കേണ്ടതായിട്ടുണ്ട്. നടക്കാൻ കഴിയാത്തവർക്ക് ഇലക്ട്രിക് വാഹന സൗകര്യവും ഇവിടെ ലഭ്യമാണ്. വഴിയിലുടനീളം ചുമരുകളിൽ 2 ഭാഗത്തും പലതരം ചിത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വഴിയിൽ കുറച്ച് വെളിച്ചം കണ്ടു. നോക്കുമ്പോൾ പുറത്തു നിന്നുള്ള സൂര്യപ്രകാശം ഉള്ളിലേക്ക് ഏൽക്കാൻ മുകളിൽ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു കുബ്ബയും അതുപോലെ തന്നെ 2 സൈഡിലുമായിട്ട് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച വിൻഡോയും കാണാം. ഇവിടെ ഒന്ന് ചുറ്റിക്കണ്ടതിനു ശേഷം ഞാൻ വീണ്ടും നടന്നു. നമ്മുടെ ലക്ഷ്യം പള്ളിയാണല്ലോ, എത്രയും പെട്ടെന്ന് പള്ളിയിലേക്കെത്തണം. ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ മനോഹരമായി നിർമ്മിച്ചെടുത്ത ഒരു ഭൂഗർഭ പാത. കുറച്ചുകൂടെ ദൂരം നടന്നപ്പോൾ വീണ്ടും മറ്റൊരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ കുബ്ബയുടെ അടുത്തേക്കെത്തി. ആ കുബ്ബയും താണ്ടി എൻ്റെ നടത്തം വീണ്ടും തുടർന്നു. ഈ പാതയിലെ 2 ചുമരുകളിലുമുള്ള ചിത്രങ്ങളും നോക്കിക്കൊണ്ട് ഞാൻ നടന്നു. നടക്കുമ്പോൾ ഓരോ ടേണിംഗ് എത്തുമ്പോഴും പാത അവസാനിച്ചോ എന്ന് എത്തി നോക്കുകയാണ് ഞാൻ. ഏതായാലും ഈ വഴിയുടെ അവസാനമായി എന്ന് തോന്നുന്നു. നടക്കാൻ കഴിയാത്ത പ്രായമായവരെയൊക്കെ കൊണ്ടുപോകുന്ന വാഹനമാണ് ഇപ്പോൾ കണ്ടത്. ദർബ് തസാമെഹ്, സഹിഷ്ണുതയുടെ പാത ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാൻ എസ്കുലേറ്ററിലേക്ക് കയറി. എസ്കുലേറ്ററിൽ മുകളിലേക്ക് കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ആകാംക്ഷയാണ് ആ പള്ളിയൊന്ന് അടുത്തു നിന്ന് കാണാൻ. ഞാൻ എസ്കുലേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കല്യാണത്തിന് ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന പുതുമാരനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മസ്ജിദിനെയാണ് ആദ്യം കണ്ടത്. എത്രത്തോളം ഭംഗിയായിട്ടാണ് ഈ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് എന്നും ഈ മസ്ജിദിൻ്റെ പരിസരം എത്ര മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും വളർത്തിയെടുക്കുന്നതുമെന്ന് കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ഭരണകർത്താക്കളൊക്കെ. ആരാധനാലയങ്ങൾ പൊളിച്ചു കളയുകയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ വർഗീയത കളിക്കുന്ന ഭരണാധികാരികളുമുള്ള നമ്മുടെ നാട്ടിൽ ഒരൽപ്പം ഇറച്ചി കഴിച്ചതിൻ്റെ പേരിൽ ചുട്ടുകൊല്ലുകയും അടിച്ചുകൊല്ലുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ ഭരണം നടത്തുന്ന ഭരണകർത്താക്കളൊക്കെ കൺ തുറന്ന് കാണണം. ഈ പള്ളിയിലേക്ക് വരുന്ന വഴിയുടെ പേര് ദർബ് തസാമെഹ് അഥവാ സഹിഷ്ണുതയുടെ പാത. നമ്മുടെ നാട്ടിലെ മിക്ക ഭരണകർത്താക്കൾക്കും ഇല്ലാത്ത ഒന്നാണ് തസാമെഹ് അഥവാ സഹിഷ്ണുത. അത് ആവോളം ഉള്ള ഒരു നാടാണ് UAE എന്ന് പറയുന്ന ഈ കൊച്ചു രാജ്യം. അതുകൊണ്ട് തന്നെയാണ് ഏത് രാജ്യക്കാരനും ഏത് നിറക്കാരനും ഏത് സമയത്തും പേടിയില്ലാതെ ഈ രാജ്യത്തിലൂടെ ഇറങ്ങി നടക്കാൻ കഴിയുന്നതും. ഏതായാലും ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല. നമുക്ക് നേരെ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാം. പള്ളിയുടെ മുൻവശത്തെ ഗേറ്റിലൂടെ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പള്ളിയുടെ നിറവും അതിൻ്റെ ഭംഗിയും ആസ്വദിക്കുകയാണ് ഞാൻ. ഈ വാതിലിലൂടെ അകത്തേക്ക് കടക്കുമ്പോൾ പിന്നീട് ഒരു മൈതാനമാണ്, ഒരു നടുമുറ്റം. ആളുകൾ അവിടെയും ഇവിടെയും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, ചിലർ റീൽസും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വളരെയധികം വിശാലമായ ഒരു മുറ്റമാണ്. അബുദാബി ഷേഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൻ്റെ എല്ലാ ഭംഗിയും ഇവിടെ ഇരുന്ന് ഒപ്പിയെടുക്കാം. ഇപ്പോഴും നാം പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന അവിടെയാണ് പള്ളിയുടെ അകം. പള്ളിയുടെ മെയിൻ ഹാളിലേക്ക് ലക്ഷ്യമാക്കി ഞാൻ നടക്കുകയാണ്. ഈ കാണുന്ന തൂണുകളിലും ഇവിടുത്തെ ലൈറ്റുകളിലുമൊക്കെ 24 കാരറ്റ് സ്വർണം കൊണ്ട് നിർമ്മിച്ച ഡിസൈനുകളാണ് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതെല്ലാം ആസ്വദിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് പള്ളിയുടെ കുബ്ബയെ മുത്തം വെച്ചുകൊണ്ട് ഒരു വിമാനം പറക്കുന്നതും കാണാനായത്. പള്ളിയുടെ മെയിൻ ഹാളിലേക്ക് കടക്കാൻ നമ്മുടെ കയ്യിലുള്ള ബാർകോഡ് സ്കാൻ ചെയ്യണം. എൻ്റെ കൂടെ 4 പേരുണ്ട്. 4 പേരുടെയും ബാർകോഡ് കാണിച്ചു കൊടുത്ത് സെക്യൂരിറ്റി ജീവനക്കാരെ സ്കാൻ ചെയ്ത് ഞങ്ങളെ അകത്തേക്ക് കയറ്റിവിട്ടു.
അകത്തേക്ക് കയറിയപ്പോൾ ഇതുവരെ കണ്ടതൊന്നും അല്ല, ഇനിയാണ് അത്ഭുതം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ ഡിസൈനും. സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു. അകത്ത് കാണുന്ന ഡിസൈനുകൾ ഏവരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു. 24 കാരറ്റ് ഗോൾഡ് കൊണ്ടാണ് ഈ ലൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ സന്ദർശകർക്കിടയിലൂടെ ഞാനും പള്ളിയുടെ പ്രധാന പ്രാർത്ഥനാ ഹാളിലേക്ക് പ്രവേശിച്ചു. ഇതാണ് പ്രധാന പ്രാർത്ഥനാ ഹാൾ. ഈ പ്രാർത്ഥനാ ഹാളിൽ ഒരു ലോക റെക്കോർഡുണ്ട്. ഈ കാണുന്ന കാർപ്പറ്റ് ലോകത്ത് ഏറ്റവും വലിയ കാർപ്പറ്റാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ പ്രാർത്ഥനാ ഹാളിലെ ഈ കാർപ്പറ്റ് ജോയിൻറ്റുകളില്ലാതെ ഒറ്റ പീസായിട്ടാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. എത്ര മനോഹരമായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്! എത്ര മനോഹരമായിട്ടാണ് ഈ പള്ളിയുടെ ഡിസൈൻ വരച്ചെടുത്തിട്ടുള്ളത്! ആ വരച്ചെടുത്ത ഡിസൈൻ പോലെ ഈ പള്ളി എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. UAE എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഇന്നത്തെ UAE ആക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച UAEയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് അന്ത്യവിശ്രമം കൊള്ളുന്നതും ഈ പള്ളി പരിസരത്താണ്. പള്ളിക്കകത്തുള്ള കാഴ്ചകൾ ഓരോന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നേരം വൈകുന്നേരമായി. പകൽ സമയങ്ങളിൽ ഈ പള്ളിയെ കാണാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പുതുമാരനെ പോലെയുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ ഈ പള്ളിയെ കാണാൻ മൈലാഞ്ചിരാവിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പുതുനാരിയെ പോലെയുണ്ട്. പള്ളിയുടെ പുറത്തു നിന്നുള്ള രാത്രികാല സൗന്ദര്യവും കൂടി ഞാൻ ക്യാമറയിൽ പകർത്തി. എത്ര പറഞ്ഞാലും മതിവരാത്ത രീതിയിലാണ് ഈ പള്ളിയുടെ മനോഹാരിത. കേവലം ഒരു കാഴ്ചയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ പള്ളിയുടെ വിശേഷങ്ങളും. പള്ളിയുടെ രാത്രികാല ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം ഞാൻ പുറത്തേക്ക് നടക്കുമ്പോൾ വിസിറ്റേഴ്സ് റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ ഒരു ബോർഡിൽ തൂക്കി വച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കണമെന്നുണ്ടെങ്കിലും വായിക്കാൻ അറിയാത്തതുകൊണ്ട് ക്യാമറയിൽ പകർത്തി. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൻ്റെ സന്ദർശനം പൂർത്തിയാക്കി ഞാൻ മടങ്ങുകയാണ്. നേരത്തെ ഇങ്ങോട്ട് വന്ന അതേ ഭൂഗർഭ പാതയിലൂടെ തന്നെയാണ് അങ്ങോട്ടും പോവാനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചുമരുകളിൽ ഇരുഭാഗത്തും പലതരം കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. കുറച്ചങ്ങോട്ട് നടന്നപ്പോഴാണ് ഒരു ഒട്ടകത്തെ കാണുന്നത്. ഈ ഇടവഴിയിൽ തന്നെയാണ് പലതരം കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. ഈ കാണുന്ന കുതിരകളിൽ ഒന്നിന് വെറുതെ വിലയൊന്ന് ചോദിച്ചു നോക്കിയതാണ്. അതോടുകൂടി ഞാൻ അവിടുത്തെ ഷൂട്ടിങ്ങും മതിയാക്കി ഓടുന്ന ഓട്ടത്തിൽ മുകളിലോട്ടൊന്ന് നോക്കിയതാണ്. എന്താ ഭംഗി! നേരത്തെ എന്തുകൊണ്ട് ഈ രംഗം എൻ്റെ ക്യാമറയിൽ പതിഞ്ഞില്ല എന്നാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത്. അങ്ങനെ അബുദാബിയിലെ അത്ഭുതമായ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൻ്റെ സന്ദർശനം മതിയാക്കി ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ മസ്ജിദിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റാണ് ഈ കാണുന്നത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. പകൽ കാണുന്നതിനേക്കാൾ എത്രയോ ഭംഗിയാണ് ഇതിനെ രാത്രിയിൽ കാണുന്നത്. ഏതായിരുന്നാലും രാത്രികാല സൗന്ദര്യം ഒന്ന് വീഡിയോയിൽ പകർത്തിക്കൊണ്ട് ഷെയ്ഖ് സായിദ് മോസ്കിൽ നിന്ന് തൽക്കാലം വിട ചൊല്ലുന്നു. മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.